കലോത്സവ വേദികളിലെ കലാപ്രകടനങ്ങൾ കാണുമ്പോൾ കുട്ടികളെ മനോഹരമായി അണിയിച്ചൊരുക്കിയ കലാകാരന്മാരെ ഓർക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 30 വർഷമായി കുട്ടികൾക്ക് ചമയമൊരുക്കുന്ന ദീപുവിന് ജീവിതത്തിൽ ഒഴിവാക്കാനാകാത്തതാണ് കലോത്സവം. മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ളവരെ മേക്കപ്പ് ചെയ്തിട്ടുള്ള ദീപു കലോത്സവമാകുമ്പോൾ കലാനഗരിയിലെ നിറസാന്നിധ്യമാകും. അരങ്ങിൽ തിരശ്ശീല ഉയരുന്നതിന് മുൻപ് അണിയറയിൽ കലാകാരന്മാർക്ക് ചമയമൊരുക്കുന്ന തിരക്കിലാകും ദീപു. കണ്ണെഴുതി, പുരികം വരച്ച്, മുഖത്ത് ചായം തേച്ച്, ആഭരണങ്ങൾ അണിയിച്ച്, മുടിയും മുഖവും സുന്ദരമാക്കി ഓരോ കലാരൂപത്തിനും വേണ്ട ചമയം പൂർത്തിയാകുമ്പോൾ കലാകാരന്റെ മനസ്സിലും സന്തോഷവും ആത്മവിശ്വാസവും നിറയും. പതിനെട്ടാം വയസ്സിലാണ് തൃശൂർ സ്വദേശിയായ ദീപു സ്കൂൾ വേദികളിൽ ചമയമൊരുക്കി തുടങ്ങിയത്. 30 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും അതേ ഇഷ്ടവും ആവേശവും. ഞാൻ ഒരു 18 വയസ്സിൽ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ സെൽഫായിട്ട് ഒറ്റയ്ക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ഈ വർഷമാകുന്നതോട് ഏകദേശം ഒരു 30 വർഷം ആവാറായി ഞാൻ സംസ്ഥാന കലോത്സവത്തിൽ മേക്കപ്പ് ഇടാൻ തുടങ്ങിയിട്ട്. കലോത്സവത്തിന് തിരിതെളിഞ്ഞാൽ പിന്നെ പുലർച്ചെ മുതൽ രാത്രി വരെ വിശ്രമമില്ലാതെ മത്സരാർത്ഥികൾക്ക് ചമയമൊരുക്കുന്ന തിരക്കിലാകും ദീപു. ഇന്ന് മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ളവരുടെ മേക്കപ്പ് ചെയ്യാൻ അവസരം ലഭിച്ച കലാകാരനാണെങ്കിലും കലോത്സവം ജീവിതത്തിലെ ഒഴിവാക്കാനാകാത്ത ഭാഗമാണ്. കാലം മാറുന്നതിനനുസരിച്ച് ചമയത്തിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിനൊപ്പം ചുവടുപിഴിക്കാതെ ദീപുവും ഉണ്ട്. ഹൈ ക്വാളിറ്റി, അതായത് ഇമ്പോർട്ടർ മേക്കപ്പ് പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. നല്ല കോസ്റ്റ്ലിയാണത്. എല്ലാവർക്കും കോസ്റ്റ്ലി പ്രൊഡക്റ്റാണ് വേണ്ടത്. മേക്കപ്പ് ഫെയ്ഡ് ആവാൻ പാടില്ല, ഒലിക്കാൻ പാടില്ല, ട്രാൻസ്ഫർ പ്രൂഫ് ആവണം. പിന്നെ കുറേ ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങളുണ്ട്. അതൊക്കെ നോക്കിയാണ് മേക്കപ്പ് ഇടുന്നത്. ഓരോ വേഷത്തിനും ഒരുങ്ങാൻ ഏറെ നേരം വേണ്ടതിനാൽ ചമയക്കാരെ പോലെ തന്നെ മത്സരാർത്ഥികളും ക്ഷീണിതരാകും. രാവിലെ ആരംഭിക്കുന്ന പരിപാടികൾക്ക് മണിക്കൂറുകൾക്ക് മുൻപേ ഒരുങ്ങി കാത്തിരിക്കണം. കലാപ്രകടനത്തിനൊപ്പം ചമയവും അലങ്കാരവുമെല്ലാം നോക്കുന്ന സദസ്സിന് മുന്നിൽ ഉണർവോടെ കളിക്കണം. 5:30 എണീറ്റ് മേക്കപ്പ് ചെയ്യാൻ വരണം. അപ്പം കേരളത്തിന് 9:15 പരിപാടി. അതിന് വെളുപ്പിന് വരേണ്ടി വരും. അപ്പം ഉറക്കം ബുദ്ധിമുട്ടാവാറുണ്ട്, കാര്യമാക്കാറില്ല. അത് സ്റ്റേജ് കയറുമ്പം അതിൻ്റെ ഇതിലങ്ങ് കളിക്കും. അപ്പം അതൊന്നും നോക്കലില്ല. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ദീപുവിന്റെ ചമയമില്ലാത്ത കലോത്സവമില്ല. സ്കൂൾ കലോത്സവത്തിന്റെ വേദികൾ മാറുമ്പോഴും കലാകാരന്മാരെ അണിയിച്ചൊരുക്കാൻ ദീപുവും ഒപ്പമുണ്ട്. സദസ്സിൽ നിന്നും കലാകാരന്മാർക്ക് ലഭിക്കുന്ന കയ്യടികൾ ദീപുവിനെ പോലെ ചമയം ഒരുക്കുന്നവർക്കുമുള്ള അംഗീകാരം കൂടിയാണ്. കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ 100 കണക്കിന് കുട്ടി കലാകാരന്മാർക്കാണ് ദീപു ചേട്ടൻ ചമയങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഓരോ കലാകാരന്മാരും സമ്മാനങ്ങൾ നേടുമ്പോൾ ദീപു ചേട്ടന്റെ മനസ്സും നിറയും. ക്യാമറ പേഴ്സൺ സുൽത്താനോടൊപ്പം ആരതി NG, ന്യൂസ് മലയാളം.